ഹലോ മക്കളെ, നിങ്ങളെല്ലാവരും എക്സാമിൻ്റെ തൊട്ട് തലേ ദിവസം ഇരുന്ന് പഠിച്ച് എക്സാമിന് പോകുന്ന ആൾക്കാരാണോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ലൈക്ക് ബട്ടൺ, ഈ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. കമൻറ്റ് ചെയ്യാൻ നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ യെസ് മിസ് ഞാൻ അങ്ങനെയാണ് പഠിക്കാറുള്ളത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പോകാറുള്ളതെങ്കിൽ മക്കളെ, നിങ്ങൾ ചെയ്യുന്നത് ഒരു തെറ്റാണ്. ബിക്കോസ് ഒരിക്കലും നമ്മൾ എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾ ഇരുന്നിട്ട് ആ ഒറ്റ രാത്രി കൊണ്ട് ഫുൾ നമുക്ക് പഠിക്കാനുള്ള കണ്ടൻറ്റ് പഠിച്ച് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ആനുവൽ എക്സാമിന് നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു വർഷം പഠിച്ച എല്ലാ ചാപ്റ്റേഴ്സും, ഇപ്പം നമ്മൾ എക്സാമ്പിൾ മാത്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർഷം ക്ലാസ്സിലേക്ക് ആദ്യമായി ചെന്ന് നമ്മുടെ മാത്സ് ടീച്ചർ നമ്മളെ പഠിപ്പിച്ച ആദ്യത്തെ ഒന്നാമത്തെ ചാപ്റ്റർ തൊട്ടിട്ട് ഈ എക്സാമിന് 2-3 ആഴ്ച മുന്നേ പോലും നമ്മളെ പഠിപ്പിച്ച ആ അവസാനത്തെ ചാപ്റ്റർ വരെ നമുക്ക് എന്ത് ചെയ്യാനുണ്ടായിരിക്കും, നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു വർഷം കൊണ്ട് പഠിച്ച കാര്യം ഒറ്റ രാത്രി കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ അങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ചു എന്ന് തന്നെ വിചാരിക്കുക. നിങ്ങളെങ്ങനെ പഠിക്കണമെങ്കിൽ ആലോചിച്ച് നോക്കൂ. അത്രത്തോളം ചാപ്റ്റേഴ്സ് ആണുള്ളത്, അതിൽ അത്രത്തോളം കണ്ടൻറ്റ് ഉണ്ട്. അതിലൊന്നുപോലും ഒന്നുപോലും വിടാതെ നിങ്ങൾ ഫുൾ ഇരുന്ന് പഠിച്ചാൽ മാത്രമാണ് പിറ്റേ ദിവസം എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ചില സമയങ്ങളിൽ നമ്മൾ രാത്രി ഇരുന്ന് പഠിച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വന്ന് നമ്മൾ നല്ല മാർക്ക് വാങ്ങുന്ന കേസസ് ഉണ്ടായേക്കാം. പക്ഷെ അത് എല്ലാ സമയത്തും സംഭവിക്കണമെന്നില്ല. നമുക്ക് ലക്ക് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുള്ളൂ. ബിക്കോസ് നമ്മൾ ഈ പഠിക്കുന്ന ഒരു വർഷം കൊണ്ട് പഠിക്കുന്ന ആ കംപ്ലീറ്റ് കണ്ടൻറ്റ് തലേ ദിവസം ഒറ്റ രാത്രി കൊണ്ട് പഠിച്ചിട്ട് പിറ്റേ ദിവസം പോയിട്ട് അത് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ്. ബിക്കോസ് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് പഠിച്ചാൽ പോലും നമ്മൾ അന്നത്തെ രാത്രിത്തെ ഉറക്കം കളഞ്ഞു, അതേപോലെ തന്നെ ഫുൾ ടെൻഷൻ അടിച്ച് മൊത്തം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ നടന്ന് അങ്ങനെയൊക്കെയാണ് നമ്മളത് ഫുള്ളിരുന്ന് പഠിക്കുന്നത്. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം എക്സാം ഹാളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ വീർത്ത്, കണ്ണൊക്കെ നീറി, തലവേദന എടുത്ത്, ഉറക്കം വന്ന്, ചില സമയങ്ങളിൽ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും എക്സാം ഹാളിൽ കിടന്ന് ഉറങ്ങിപ്പോയി എന്നൊക്കെ കാണുന്നത്. തലേ ദിവസം നമ്മൾ ഉറക്കം ഒഴിച്ചിരുന്നിട്ട് മൊത്തം തീർക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. അതായത് നമ്മൾ ഉദ്ദേശിച്ച് നല്ല മാർക്ക് വാങ്ങാനാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന കാര്യം പോലും എഴുതാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോലും ആ ഒരു കാര്യം നമ്മളെ എത്തിച്ചേക്കാം. അപ്പോൾ എൻ്റെ കുട്ടികൾ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണ്, നിങ്ങൾ ആദ്യം തൊട്ടിട്ടേ പഠിക്കണം. ഇനി നിങ്ങൾ ഈ അവസാന നിമിഷം ഇരുന്ന് പഠിച്ചാലുണ്ടാകുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഓരോ വർഷം പഠിക്കുമ്പോഴും അത് അടുത്ത വർഷത്തേക്ക് കൂടി വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്ന് പഠിച്ചു, നിങ്ങളങ്ങനെ തലേ ദിവസം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം, ഇന്ന് ഞാനത് ഫുൾ ഇങ്ങനെ കുത്തി നിറച്ച് ഫുൾ എന്ത് ചെയ്തു, നിറച്ചു. പിറ്റേ ദിവസം എക്സാമിന് കൊണ്ടുപോയി നമ്മൾ കൊട്ടി, അതോടുകൂടി തീർന്നു. ആ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ ഒറ്റ നിമിഷം കൊണ്ട് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും. എല്ലാ കാര്യവും നമ്മൾ മറക്കും. കാരണം ആ ഒരു ഷോർട്ട് ടേമിന് വേണ്ടി മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ നമ്മുടെ സിലബസ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ല. നെക്സ്റ്റ് ഇയറിലേക്കും അതിൻ്റെ അടുത്ത വർഷത്തേക്കും ഒക്കെ നമുക്കത് ആവശ്യമുണ്ട്. ഇനി വരുന്ന എല്ലാ വർഷത്തേക്കുള്ള ബേസ് ഇരിക്കുന്നത് ഈ വർഷത്തിലായിരിക്കും. അപ്പോൾ എൻ്റെ കുട്ടികൾ തലേ ദിവസം ഇതൊക്കെ കൂടെ കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അന്നത്തെ എക്സാമിനെയും അത് ബാധിക്കും, അതുപോലെ തന്നെ അടുത്ത വർഷങ്ങളെയും അത് അതേപോലെ തന്നെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. അപ്പോൾ എൻ്റെ കുട്ടികളെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തൊട്ട് തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് റെഗുലറായി പഠിച്ച് അന്നത്തെ ഹോംവർക്ക്സ് ഒക്കെ ചെയ്ത് അസൈൻമെൻറ്റ്സ് ഒക്കെ കറക്റ്റായി കംപ്ലീറ്റ് ചെയ്ത് ഓരോ ചാപ്റ്റേഴ്സും അപ്പം റിവൈസ് ചെയ്ത് കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കില്ല, ഈ അവസാനത്തേക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ മിസ്സേ ഇതൊക്കെ ഇനിയിപ്പോൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന് ആലോചിക്കുന്നുണ്ടായിരിക്കും എൻ്റെ മക്കൾ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട അതാണ്, ഇപ്പോൾ എന്തായാലും കഴിഞ്ഞു അല്ലേ, ഇനി പോയ കാര്യങ്ങൾ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇനി വരാൻ പോകുന്നത് നമുക്ക് നന്നാക്കാൻ വേണ്ടി പറ്റും. എൻ്റെ കുട്ടികൾക്ക് എക്സാം തുടങ്ങുന്നത് ഒരു മാർച്ച് പകുതിയോട് കൂടിയിട്ടാണ്, ഒരു സെക്കൻഡ് വീക്കോട് കൂടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ സമയം എന്ന് പറയുന്നത് നമ്മുടെ ഫെബ്രുവരി സെക്കൻഡ് വീക്ക് ഒക്കെയാണ് ആയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇനിയും ഒരു 2 or 3 വീക്സ് ഇരിക്കുന്നുണ്ട് അല്ലേ, ഒരു 20 ദിവസത്തിന് മുകളിൽ നമ്മുടെ മുന്നിൽ ഇനിയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ഈ ദിവസങ്ങൾ കറക്റ്റായിട്ട്
സിസ്റ്റമാറ്റിക്കായി റെഗുലറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ കുട്ടികൾക്ക് ആ തലേ ദിവസം ഇരുന്ന് ടെൻഷൻ അടിക്കേണ്ട അത്രയും പ്രഷർ വരില്ല, അത്രയും ബുദ്ധിമുട്ടേണ്ടി വരില്ല. എക്സാം നല്ല ഈസി കൂളായിട്ട് നിങ്ങൾക്ക് എഴുതാനും പറ്റും. അപ്പോൾ എൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത്, ഇനി നിങ്ങളുടെ മുന്നിലുള്ള ഇത്രയും ദിവസം, നിങ്ങളുടെ എക്സാം തുടങ്ങുന്നത് വരെയുള്ള ഇനിയുള്ള ഇത്രയും ദിവസം, ഇനി അതൊരിക്കലും നിങ്ങൾ പാഴാക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ എപ്പോഴും വീട്ടിൽ കേൾക്കുന്നതാണ് പോയ സമയം തിരികെ കിട്ടില്ല എന്നുള്ള കാര്യം അല്ലേ. ഇനി നിങ്ങൾ നാളെ നീളെ എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ എക്സാം അത് വെള്ളത്തിലായി പോകും. നമ്മൾ ആഗ്രഹിക്കുന്ന മാർക്ക് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുകയില്ല. ഇനി അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഹെൽത്ത് കളഞ്ഞ്, നമ്മുടെ മെൻ്റൽ ഹെൽത്തും അതേപോലെ ഫിസിക്കൽ ഹെൽത്തും എല്ലാം കളഞ്ഞിട്ട് വേണ്ടി വരും നമ്മൾ ആ തലേ ദിവസം ഇരുന്നിട്ട് കുത്തിയിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഇനിയുള്ള ഇത്രയും ദിവസങ്ങൾ നല്ല അടിപൊളിയായി ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഉറപ്പായിട്ടും, മിസ്സിൻ്റെ വാക്കാണ്, ഇനിയുള്ള ഈ ഒരു ദിവസം, ഈ ഒരു 20 ദിവസം നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ ആനുവൽ എക്സാമിന് എല്ലാ സബ്ജക്ട്സിലും, 1ലോ 2ലോ അല്ല, നിങ്ങൾക്കുള്ള എല്ലാ സബ്ജക്ട്സിലും ഫുൾ മാർക്ക് വാങ്ങാൻ തന്നെ സാധിക്കും. ഓക്കെ, എ ഗ്രേഡോ ബി ഗ്രേഡോ ഒന്നും അല്ല മിസ് പറയുന്നത്, ഫുൾ ഓൺ ഫുൾ മാർക്ക് അത് തന്നെ വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ എക്സാം വിന്നർ ഫാമിലി വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ കുട്ടികളുടെ ആനുവൽ എക്സാം പൊടിച്ച് നിങ്ങൾക്ക് നല്ല റിലാക്സ് ആയി കൂളായിട്ട് എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരാൻ വേണ്ടി നമ്മുടെ എക്സാം വിന്നർ ഫാമിലി വരുന്നുണ്ട് ഇന്ന് വൈകിട്ട് കൃത്യം ഈ താഴെ കാണുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്, ഈ ഒരു വിവരം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും അറിയിക്കുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ലൈവിൻ്റെ ലിങ്കും നിങ്ങൾ ഫുൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ട് എല്ലാ കൂട്ടുകാരെയും കൂട്ടിയിട്ട് ഫുൾ പവറോടുകൂടി എന്ത് ചെയ്യണം, ഇന്ന് വൈകുന്നേരം ഈ താഴെ കാണുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ നടക്കുന്ന ലൈവിലേക്ക് ഓടിയെത്തുക. അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആ ലൈവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ആനുവൽ എക്സാം എങ്ങനെ നല്ല അടിപൊളിയായിട്ട് എഴുതാം എന്നുള്ള കംപ്ലീറ്റ് ഐഡിയ കിട്ടുന്നതാണ്. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയും അതേപോലെ തന്നെ നമ്മുടെ ലൈവിൻ്റെ ലിങ്കും നിങ്ങളുടെ ഫുൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ആൻഡ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി വിട്ടുപോകരുത്. നമുക്ക് എന്ത് ചെയ്യണം, ആനുവൽ എക്സാം ഒരു ടെൻഷനോ സ്ട്രെസ്സോ ഒന്നുമില്ലാതെ അടിപൊളിയായിട്ട് ഈസി കൂളായിട്ട് നേരിടാം. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഫുൾ മാർക്ക് സെറ്റാക്കാം. മിസ് പറയുന്നു എയോ ബിയോ സിയോ ഒന്നും അല്ല, ഫുൾ മാർക്ക് തന്നെ നമുക്ക് വാങ്ങണം. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഇന്ന് വൈകുന്നേരം നമ്മുടെ ചാനലിലേക്ക് ഓടിയെത്തുക.